അപ്പോൾ വീണ്ടും സീസണിൻ്റെ റീല് കംപ്ലൈൻ്റ് ആണ്. രസം എന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റാണ്. അതായത് തമ്പാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂള് കറങ്ങില്ല. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, ഇതും സീസണിൻ്റെ റീലാണ്. ഇതേ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് വന്ന റീലാണിത്. ഇത് സീസണിൻ്റെ ഉപയോഗിച്ചിട്ടില്ലാത്ത റീല്, പുതിയ റീല് ഉണ്ടല്ലോ, DC. ഓക്കെ, ഇതിന് മുന്നേ ഇതേ സെയിം റീൽ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഈ ടെൻഷൻ നോവിൻ്റെ അകത്ത് ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട്. എന്തായാലും നോക്കാം നമുക്ക്. നമ്മുടെ സീസണിൻ്റെ റീൽ അയച്ചു കഴിഞ്ഞാൽ കണ്ടോ കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ റീൽ അയച്ചു കഴിഞ്ഞാൽ ഈ പിനിയൻ ഗിയർ അതിൻ്റെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഊരിപ്പോയത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. അത്രയും വലിച്ചിട്ട് പോലും പോരുന്നില്ല, ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നു. ഭയങ്കര ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ്. അതെന്തുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് വന്നൊന്നും അറിയില്ല. കണ്ടിട്ട് ബെയറിങ് തുരുമ്പായിട്ട് തന്നെ തോന്നുന്നത്. പക്ഷെ നല്ല തുരുമ്പെണ്ണം തോന്നുന്നു ബെയറിങ്. ഇതാണ് എൻ്റെ പ്രഷർ പ്ലേറ്റ്, അല്ല സോറി, ഇതാണ് പിന്നെയാണ് തള്ളിപ്പൊക്കുന്നൊരു പാർട്ട്. പിനിയൻ ഗിയറുണ്ടോ അതിൻ്റെ അകത്ത് ബെയറിങ്ങിനകത്ത് കയറി സ്റ്റക്കായിട്ടിരിക്കുക. എന്താണ് കാരണം എന്നറിയില്ല. ഇത്രയും സ്റ്റക്കാവേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ ആണോ, ഇത്രയും പിടിച്ചിട്ട് പോലും ഊരിപ്പോരുന്നില്ല. ഓക്കെ, ഇതിൽ ഊരിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ബെയറിങ് ഉണ്ടോ, ഇതിൻ്റെ അകത്തും തുരുമ്പ കണ്ടോ, കംപ്ലീറ്റ് തുരുമ്പ. അതായത് സോൾട്ട് വാട്ടറിൽ ഉപയോഗിക്കുന്ന റീലുകൾ അല്ലാതെ നോർമൽ റീലുകൾ നിങ്ങൾ സോൾട്ട് വാട്ടറിൽ കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഈ ബെയറിങ്ങുകൾ ഇങ്ങനെ തുരുമ്പ്. കാരണം അത് സോൾട്ട് വാട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ബെയറിങ്ങുകളായിരിക്കില്ല, സാധാ നോർമൽ ബെയറിങ്ങുകളായിരിക്കും. നിങ്ങൾ സോൾട്ട് വാട്ടറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് തുരുമ്പിരിക്കണം നോക്കി കണ്ടോ. ഇത് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയാണ്. ഓൾറെഡി ഈ മെഷീൻ്റെ 2 ബെയറിങ് നമുക്ക് മാറ്റുന്ന ഗതികേടായി. അപ്പോൾ നമുക്കത് ഇത് മെയിൻ ഷാഫ്റ്റ് അഴിച്ചു നോക്കാം. അതായത് സ്ക്രൂ കൂരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി ഇങ്ങനെ പോരുന്നില്ല. ചിലപ്പോൾ ഈ ബെയറിങ് മാറേണ്ടി വരും. നല്ല പണിയായിട്ടുണ്ട്, ഊരാൻ പറ്റില്ല, നല്ല ടൈറ്റാണ്. ചെറിയ ഞാൻ അഴിച്ചു നോക്കട്ടെ. നമ്മളത് അതിൻ്റെ മെയിൻ ഷാഫ്റ്റ് ഊരി. അവസ്ഥ ഉണ്ടല്ലോ, തുരുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അഴിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുമെന്നുള്ള സംശയമായി. അത്രയും തുരുമ്പെന്ന് പറഞ്ഞാൽ അത്രയും തുരുമ്പ്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, 3 ബെയറിങ് മാറേണ്ട അവസ്ഥയായി അറിയില്ല. മെയിൻ ഷാഫ്റ്റിലെ ബെയറിങ്, ടെൻഷൻ നോവിൻ്റെ അകത്തെ ബെയറിങ്, അതുപോലെ ലൈൻ ഗേഡറിൻ്റെ അകത്തെ ബെയറിങ്, 3 ബെയറിങ് മാറണം. 3 നല്ല തുരുമ്പാണ്. കണ്ടല്ലോ, നല്ല തുരുമ്പായിട്ടുണ്ട്. ഇത് 3 മാറണം. തുരുമ്പെടുത്ത ബെയറിങ് ആയിരുന്നു. അഴിക്കാൻ നോക്കിയത് നല്ല ടൈറ്റ് ആയിരുന്നു. അഴിച്ചപ്പോൾ ബാക്കി ഭാഗം പൊട്ടിപ്പോയി. പക്ഷേ ബെയറിങ്ങിൻ്റെ ഇന്നർ റിങ് ഇതിനകത്ത് സ്റ്റക്കായിപ്പോയി. കണ്ടിട്ട് തുരുമ്പായതുകൊണ്ട് സ്റ്റക്കായിരിക്കും. ഇതഴിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. ഇനി അറുത്തൊക്കെ എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് റീൽ സർവീസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പണികളൊക്കെ. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇന്നർ റിങ് ഊരിയെടുത്തു ബെയറിങ്ങിൻ്റെ. കണ്ടല്ലോ, ഇതായത് അതിൻ്റെ അകത്ത് സ്റ്റക്കായിപ്പോയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ കിടക്കുന്നുണ്ടോ. ബാക്കി ആദ്യമേ പൊട്ടിപ്പോന്നു, ആദ്യം ഇതെല്ലാം പൊട്ടിപ്പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് അതിൻ്റെ അകത്ത് സ്റ്റക്കായിരുന്നു. നമ്മളവനെ ഊരിയെടുത്തു. തുരുമ്പുണ്ടോ, ഇതാണ് അവസ്ഥ. 3 ബെയറിങ് ഒരു. അപ്പോൾ നമ്മുടെ സീസണിൻ്റെ റീല് ഫുള്ള് റെഡിയാക്കി ബെയറിങ്ങൊക്കെ മാറി നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 3-4 ബെയറിങ്ങുകൾ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ബെയറിങ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ നോവിന് അതിരിഞ്ഞിട്ട് ബെയറിങ് പോയതായത് സ്റ്റക്കായിരുന്നു. രണ്ടാമത് ഈ ലൈൻ ഗേഡറിൻ്റെ ഫുള്ളുണ്ട്. ലൈൻ ഗേഡറിന് ഇതിൻ്റെ ഈ സൈഡിലൊരു ബെയറിങ് ഉണ്ട്, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഒരു ബെയറിങ് ഉണ്ട്, അത് നമ്മുടെ മെയിൻ ഷാഫ്റ്റിൻ്റെ ബെയറിങ്, അതും തുരുമ്പെടുത്ത് പോയായിരുന്നു. അങ്ങനെ 3 ബെയറിങ് കംപ്ലൈൻ്റ് ആയിരുന്നു ഈ റീലിന്. ഈ 3 ബെയറിങ് കംപ്ലൈൻ്റ് ആയിരുന്നു. 3 ബെയറിങ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ട്രാക്ക് ലൂസാക്കിയിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. കമ്പാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹാൻഡിൽ താത്തുമ്പോൾ റിട്ടേൺ പോകില്ലായിരുന്നു. കമ്പാർ പ്രസ് ചെയ്താൽ
തമ്പാർ പ്രസ് ചെയ്ത് വെച്ചിട്ട് സ്പൂൾ കറക്കി കറങ്ങില്ല, ഞാൻ സ്പൂൾ ലോക്കായിട്ട് തന്നെ എഴുതിയിട്ട് വെച്ചു. അതൊക്കെ നമ്മൾ റെഡിയാക്കി. അത് കാരണം ഇത്തിരി ടെൻഷനോയില്ലാത്ത ബെയറിങ് തുരുമ്പായിട്ട് ഈ പിനിയൻ ഗിയർ അതിൽ ഗിയർ ലോക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരുന്നത് തമ്പാർ പ്രസ് ചെയ്താലും അത് കറങ്ങാണ്ടിരുന്നു. അപ്പോൾ ഫ്രീ ആയി. അതൊക്കെ നമ്മൾ റെഡിയാക്കി ബെയറിംഗ് ഒക്കെ ചേഞ്ച് ചെയ്ത്. അപ്പോൾ അതെ നമ്മളെ റീല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങളിന്ന് കുറേ അയച്ചു കൊടുക്കും, സെറ്റാവും. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, റീല് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സോൾട്ട് വാട്ടർ അല്ലാത്ത റീലുകൾ സോൾട്ട് വാട്ടർ കണ്ടന്റ് ഉള്ളിടത്ത് പോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ ലൈൻ ഗൈഡറും അതുപോലെ തന്നെ ബെയറിങ്ങും ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ റീല് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് ഉപയോഗിക്കുക, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എട്ടിൻ്റെ പണികൾ കിട്ടും. ബെയറിങ്ങുകൾ പോവും. ബെയറിങ്ങുകളൊക്കെ പോയി കഴിഞ്ഞാൽ മാറേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും റീലൊക്കെ സർവീസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് മീനൊക്കെ പിടിക്കുക. സീസണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.